നമ്മുടെ വീട്ടിൽ കായ്ച്ച വെണ്ടയ്ക്കയാണിത്. അപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് കിട്ടിയപ്പോൾ കുഞ്ഞുവാവയ്ക്ക് വെണ്ടയ്ക്കൻ്റെ വറ്റൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോവാം. അമ്മയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു സപ്പോർട്ടിന്. അതിനാവശ്യമുള്ള നമ്മൾ വെണ്ടയ്ക്കനെയൊക്കെ എടുത്ത് വെച്ചു. ഇതാ അമ്മ കട്ട് ചെയ്യട്. ഇനി ഇതിനെയാണ് നമ്മൾ കറി വറ്റലുണ്ടാക്കാൻ പോണത്. നീ എന്താ പേടി കൊടുക്കണമാ. ഇതാ ഈ വെണ്ടയ്ക്കീനെ നമ്മ മറ്റേതാണ് വറ്റലുണ്ടാക്കാൻ കുറച്ച് വെള്ളത്തിൽ അമ്മ മഞ്ഞപ്പൊടി ഇട്ടു. അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മ വിട്ടു നോക്കമാ. പിന്നെ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. എന്താണെന്ന് വെച്ചാൽ അതിന് മിക്സ് ആക്കണ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും അറിയണ്ടേ. നിങ്ങൾ കൺഫ്യൂസ് ആക്കണ്ട. മിക്സ് ആക്കുമ്പോൾ എല്ലാ വെണ്ടയ്ക്കയിലും പിടിക്കാനാണ് വെള്ളത്തിൽ തന്നെ ഇടുന്നത്. ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വന്ന ശേഷമാണ് കേട്ടോ എന്താണ് വെണ്ടയ്ക്കയിൽ വറ്റലുണ്ടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞത്. എനിക്ക് സാമ്പാർ ഇല്ലെങ്കിൽ പുളി അത് മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് തിളച്ചപ്പോൾ വെണ്ടയ്ക്കിനെയൊക്കെ അമ്മ ഇടുകയാണ്. ഈ ശനി പറയുന്നത് പോലെയായി. നന്നായിട്ട് ഇളക്കിയ ഉപ്പും മഞ്ഞയൊക്കെ എല്ലാത്തിലും നന്നായിട്ട് പിടിക്കും. ഇളക്കട്ടെ. ഇളക്കിക്കോ. ഇതാ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. വഴുവഴുന്ന് വെണ്ടയ്ക്കൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് വഴുവഴുന്നാവുന്നുണ്ട്. തിളയ്ക്കുകയാണ്. തിളയ്ക്കാൻ പാടില്ല, ആവിയിൽ ചൂടാകണം. തിളയ്ക്കുക എന്ന് പറഞ്ഞു പോയി, സോറി. ആവിയിൽ ചൂടാകണം. അപ്പം ഇങ്ങനെ അങ്ങനെ 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 നൊറയായിട്ട് ഉണ്ട്. 2 മിനിറ്റ് അതങ്ങനെ റെസ്റ്റ് ചെയ്യുക. സിമ്മിൽ വയ്ക്കുകയാണേ. നാടനായ കാരണം ഇങ്ങനെ വഴുന്ന് വരുന്നുണ്ട്. വേറെ കടയിൽ എവിടെയെങ്കിലും മേടിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ എത്ര പശി ഉണ്ടാവുമോ എന്നറിയില്ല. ഇനി അടുപ്പ് ഓഫാക്കാം കേട്ടോ. ഓഫാക്കി ചൂടാക്കിയ വേവിച്ചതിന് അടിയേ നമ്മുടെ ഇതിലിട്ടിട്ട് ആക്കുകയാണ്. കണ്ട എന്തൊരു വഴുവഴുപ്പ്. നാടൻ വെണ്ടയ്ക്കൻ്റെ സംഭവം തന്നെ. ഇനി സൂര്യഭഗവാൻ കനിഞ്ഞ് നല്ലോണം ഉണക്കട്ടെ. തേങ്ങ വീണു. ആ സംഭവം പേപ്പറിൽ മാത്രം പെടാതെ ഇടാതെ നോക്കണം. എന്താണെന്ന് വെച്ചാൽ പേപ്പറിലിട്ടാൽ ഉപ്പൊക്കെ വലിച്ചെടുക്കും. അങ്ങനെ ഇട്ടത് ഇങ്ങനെ ഉണങ്ങണത് വരയ്ക്കും നല്ലോണം വെയിലത്ത് വയ്ക്കുക. അതൊക്കെ കലകലാന്ന് സൗണ്ട് വരും. ഇങ്ങനെ സൗണ്ട് വരുന്നവർക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ വറ്റൽ കായ്ക്കുന്നത് പോലെ വറ്റൽ പൊരിക്കുന്നത് പോലെ പൊരിക്കാം. ചിലർക്ക് ഇത് നല്ല ഇഷ്ടമാണ്. കുഞ്ഞുവാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ വലുതിന് തീരെ ഇഷ്ടമല്ല. ഇത് സൂപ്പറായിട്ടുണ്ടാവും. നല്ല മണമുണ്ടാവും. വറുക്കുന്ന സമയത്ത് നമ്മുടെ വീട് മൊത്തം ഗമഗമാന്ന് മണക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് പറ്റുവാണെങ്കിൽ വെണ്ടയ്ക്ക വറ്റൽ ഉണ്ടാക്കി നോക്കൂ.